മലപ്പുറം പുതിയങ്ങാടിയിൽ പള്ളി നേർച്ചയ്ക്കിടെ വിരണ്ട ആന ഒരാളെ ആക്രമിച്ച് തൂക്കിയെറിഞ്ഞു. പരിക്കേറ്റയാൾ ഗുരുതരാവസ്ഥയിലാണ്. നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞ പരിപാടിക്കിടെയാണ് ആന ഒരാളെ തൂക്കിയെറിഞ്ഞത്. നേർച്ചയുടെ സമാപന ചടങ്ങിനിടെ രാത്രി 12:30 സംഭവം. 10 ആനകളായിരുന്നു സമാപന ചടങ്ങിൽ ഉണ്ടായിരുന്നത്. ഇതിൽ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് വിരണ്ടത്. വിരണ്ട ആന സമീപത്തുണ്ടായിരുന്ന ആളെ തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോട്ടകലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആന ഇടഞ്ഞതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 28 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ചിലർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബാക്കിയുള്ളവർ പ്രാഥമിക ചികിത്സ തേടിയതിനു ശേഷം ആശുപത്രി വിട്ടു. പാപ്പാൻ ഇടപെട്ട് ആനയെ തളക്കാൻ സാധിച്ചതോടെയാണ് വലിയ അപകടം ഒഴിവായത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് മലപ്പുറം പുതിയങ്ങാടിയിലെ ആന ആക്രമണത്തിന് കാരണമെന്ന് ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് സെക്രട്ടറി വി വെങ്കടാചലം പറഞ്ഞു. 2012 നിയമത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് 6 മണിക്കൂറിൽ കൂടുതൽ ഒരാനയെ ഒരു ദിവസം എഴുന്നള്ളിക്കരുതെന്നാണ്. ഈ BP അങ്ങാടിയിൽ ഇന്നലെ പകല് 11 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ എഴുന്നള്ളിച്ചു. അതുകൊണ്ട് അതേ ആനകളെ രാത്രി എഴുന്നള്ളിക്കരുത് എന്നുള്ള നിയമം ലംഘിച്ച് രാത്രി 8 മണി തൊട്ട് അവർ വീണ്ടും എഴുന്നള്ളിച്ചു. എന്നിട്ടാണ് ഈ 12:30 മണിക്ക് ആന ഇടഞ്ഞോടിയിട്ടുള്ളത്. മാത്രമല്ല, ഈ 2013 മാർച്ച് 20 2853/D2/2013 വനം എന്ന് പറഞ്ഞിട്ട് വനം സെക്രട്ടറി ഒരു 14 നിബന്ധനകളെ ഇറങ്ങിയ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവും ഇവിടെ ഇപ്പൊ പാലിക്കപ്പെടുന്നില്ല. അത് പാലിച്ചിരുന്നെങ്കിൽ തന്നെ കുറെ കാര്യങ്ങൾ രക്ഷപ്പെടേണ്ട. കാരണം ഈ അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആന പാക്കത്ത് ശ്രീകുട്ടൻ എന്നാണ് പേരെങ്കിലും അതിന്റെ യഥാർത്ഥ പേര് തൂഫാൻ ശ്രീകുട്ടൻ എന്നാണ്. കോട്ടയം ജില്ലയിലത്തെ ആനേനെ പേര് മാറ്റി തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എഴുന്നള്ളിച്ചിട്ടത് 7 സ്ഥലത്ത് ഇടഞ്ഞോടിയുണ്ട്. ഇടഞ്ഞോടിയ ആനകളെ എഴുന്നള്ളിക്കരുത് എന്ന് ഈ 2013 ഞാൻ ഈ പറഞ്ഞ ഉത്തരവിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ആനേനെ അടിയന്തരമായിട്ട് വനം വകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ട് അവിടെ ഈ ആനേനെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ക്രിമിനൽ കേസ് എടുത്ത് ജാമ്യം ഇല്ലാത്ത വകുപ്പ് ഉപയോഗിച്ച് ജയിലിലിടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ പള്ളി പെരുന്നാളിന് അവിടെ 20ലധികം ആനകൾ പങ്കെടുത്തിട്ടുണ്ട്. 15 അതിൽ കൂടുതൽ ആനകൾ പങ്കെടുത്താൽ അവിടെ വനം വകുപ്പിന്റെ എലിഫന്റ് സ്ക്വാഡ് വേണമെന്നാണ് നിയമം. വനം വകുപ്പിന്റെ എലിഫന്റ് സ്ക്വാഡ് അവിടെ ഇല്ലാന്ന് മാത്രമല്ല, ഈ വ്യാപകമായിട്ടുള്ള മുള്ളുചങ്ങലടക്കമുള്ള ഭീകരമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആനകളെ തളയ്ക്കുന്ന രീതിയിലുള്ള വ്യാജ എലിഫന്റ് സ്ക്വാഡാണ് അവിടെ നില ആനകളെ തളച്ചിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഈ 2013 ഇറക്കിയിട്ടുള്ള ഞാൻ ഈ മേൽപ്പറഞ്ഞ ഉത്തരവ് അടിയന്തരമായിട്ട് പാലിച്ചിട്ട് ആനകൾക്ക് തമ്മിൽ 3 മീറ്റർ ഗ്യാപ്പും ആനകളും ആളുകളും തമ്മിൽ 8 മീറ്റർ ഗ്യാപ്പും നൽകിയിട്ട് എഴുന്നള്ളിക്കാവുന്നുള്ള ഉത്തരവ് അടിയന്തരമായിട്ട് പുറത്തേക്ക് ഇറക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.